ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടുപേർ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ വീട്ടിൽ കയറി ചെന്നാൽ, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങിയാൽ എല്ലാവർക്കും പറയാനുള്ളത് ചൂടിനെക്കുറിച്ചാണ്. റൂം ചുട്ടുപൊള്ളുകയാണ്, റൂമിന് പുറത്തും ചൂടാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാലും ചൂടാണ്. തണുപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തണുപ്പുണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് ടൂറ് പോയാൽ അവിടെയും ചൂടാണ്. ഇനിയൊരു ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് രാത്രിയാണ്, രാത്രിയിലും കനത്ത ചൂടാണ്. ചൂട് ശക്തമായി സൂര്യതാപം ഏറ്റ് മരണം വരെ ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ഈയൊരു സന്ദർഭത്തിൽ നാം ഓരോരുത്തരും ചിന്തയും ബുദ്ധിയുമുള്ളവരാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളിലും ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് എന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപകലുകളുടെ ഗതിവിഗതികളിലും ഈ അന്തരീക്ഷങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലും ഒക്കെ ചിന്തിക്കുന്നവർക്ക് പാഠങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ദുനിയാവിലെ ഓരോന്നും നമുക്ക് പരീക്ഷണമാണ്. രാവും പകലും സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും പർവ്വതങ്ങളും നദികളും കൃഷികളും പഴവർഗ്ഗങ്ങളും തുടങ്ങി ഈ ചൂടും തണുപ്പും എല്ലാം പരീക്ഷണമാണ്. ഈ ദുനിയാവിനെ തന്നെ വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഒരു ദാറുൽ ബല, ദാറുൽ ഇബ്തില, പരീക്ഷണത്തിന്റെ ഒരു ലോകമാണ്. വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖ, തഖ്വ പാലിക്കുന്നവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് ആഖിറമാണ്. ബൽ തുസിറൂനൽ ഹയാത്തിദ് ദുനിയ, നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ദുനിയാവിലെ സൗന്ദര്യത്തിന്, സൗകര്യത്തിന്, സമ്പത്തിന്, സ്വാധീനങ്ങൾക്ക്, സുഖങ്ങൾക്ക് ഒക്കെയാണ്. എന്നാൽ വൽ ആഖിറതു ഖൈറും വഅബ്ഖ, എന്തെന്നും ബാക്കിയാകുന്നതും ഏറ്റവും ഖൈറായതും ആഖിറത്താണ് എന്ന് അനുദിനം ഈ ദുനിയാവിലെ ഓരോ അനുഭവങ്ങളും നമ്മെ പഠിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ആഗ്രഹങ്ങൾ സഫലമാകാതെ പോകുമ്പോൾ, സന്തോഷമുണ്ടാകുമെന്ന് കരുതിയ ഇടങ്ങളിൽ നിന്ന് ദുഃഖമുണ്ടാകുമ്പോൾ, ചേർത്ത് പിടിക്കുമെന്ന് വിചാരിച്ചവർ ആട്ടിയകറ്റുമ്പോൾ, തന്റെ ഗുണങ്ങൾ കാണുമെന്ന് വിചാരിച്ചവർ തന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് തന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ സ്റ്റെപ്പുകളിലും നമുക്ക് അനിഷ്ടകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും ചിന്തയുള്ളവരുടെ മനസ്സിൽ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരിക്കണം. ഈ ദുനിയാവിലെ മനുഷ്യന്മാരെ പ്രീതിപ്പെടുത്താൻ നാം എത്ര കഠിനാധ്വാനം ചെയ്താലും അത് പരാജയമാണ് ഉണ്ടാവുക എന്ന് നിരവധി അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ദുനിയാവിൽ എത്ര വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഫെസിലിറ്റി കൊണ്ട് അഭിമാനവും വിജയവും നേടാൻ നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ പരിമിതമായിരിക്കുമെന്നും, സുഖസൗകര്യങ്ങൾ സംവിധാനിക്കുമ്പോഴുള്ള സമാധാനവും സന്തോഷവും പിന്നീട് ലഭിക്കുകയില്ല എന്നും നിത്യവും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ആരോഗ്യമുള്ളവൻ നാളെ ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് ജീവനുള്ളവൻ നാളെ ജീവനില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ മഹല്ലിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് വന്നിരുന്ന നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹം എനിക്ക് ഇന്ന് രാവിലെ ഒരു പത്രക്കട്ടിങ് അയച്ചു തരികയുണ്ടായി. അത് വായിച്ചു നോക്കുമ്പോൾ ഗുണ്ടൽപേട്ടയിൽ സംഭവിച്ച വലിയൊരു അപകടമാണ്. അതിൽ നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും അദ്ദേഹത്തിന്റെ അളിയനുമായിരുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എത്ര വലിയ സ്വപ്നങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ അലൈൻമെന്റ് നമ്മൾ ഉറപ്പിക്കുന്നത്, നമ്മൾ വീട് നിർമ്മിക്കുന്നത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. 23 ജുസ് ഖുർആൻ മനഃപ്പാഠമാക്കിയ മകളാണ് അപകടത്തിൽ മരണപ്പെട്ടു പോയത്. വലിയ അസിസ്റ്റന്റ് പ്രൊഫസറായ ഒരു ഉമ്മയാണ് അവളെ 23 ജുസ് ഖുർആൻ മനഃപ്പാഠമാക്കിച്ചത് എന്നുകൂടെ പറയുമ്പോൾ ആ ദീനീ ബോധമുള്ള ഇണയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത്. ഇനി അതുപോലത്തെ ഒരു ഇണയെ ലഭിക്കുമോ എന്ന ആശങ്കയ്ക്കപ്പുറത്ത് കൂടെ ജീവിച്ചവർ ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ആദിയും ബേജാറും എത്രത്തോളമാണെന്നത് സുഹൃത്തുക്കളെ ആ അനുഭവത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നും, ഈ പ്രകൃതിയും നമ്മുടെ ശരീരവും നമ്മുടെ അനുഭവങ്ങളും എല്ലാം ചിന്തിക്കുന്നവർക്ക്
കഴിയുന്നവർക്ക് നിരവധി പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇതെല്ലാം തെളിയിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ദുനിയാവിന്റെ നശ്വരതയാണ്. ഒരിക്കലും സ്ഥിരമായി താമസിക്കാൻ പറ്റിയ ഒരു സംവിധാനത്തിലല്ല നമ്മളിപ്പോൾ കഴിച്ചുകൂട്ടുന്നത്. ഒന്ന് വീണാൽ എല്ലൊടിയുന്ന, ചെറിയൊരു ഒന്ന് വെയിലേറ്റാൽ ക്ഷീണമനുഭവിക്കുന്ന, ഉറങ്ങിയില്ലെങ്കിൽ തളർന്നു പോകുന്ന, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈവൻ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന, ക്ഷീണിച്ചവശരായി പോകുന്ന അത്രയും ബലഹീനതയുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ട് ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണെന്നും ആരൊക്കെ എന്തൊക്കെ പറയട്ടെ, നീ അതൊന്നും നോക്കേണ്ടതില്ല, നമുക്കൊരു ജീവിതമുള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യൂ എന്നുമൊക്കെ ചില ആളുകൾ നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ട് പലതും പറയുമ്പോൾ ഇതെല്ലാം വിശ്വസിക്കാൻ നമുക്ക് എന്തിന്റെ കുറവാണ് എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ലോകം നമുക്കൊരു സ്ഥിരതാമസത്തിന് പര്യാപ്തമല്ലെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ സമയവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, നാം എത്ര നേടിയാലും, നാം എത്രയെല്ലാം കൈവരിച്ചാലും അല്ലാഹുവിന്റെ നിഅമത്തില്ലാതെ, പടച്ച റബ്ബിന്റെ റഹ്മത്തില്ലാതെ, അവന്റെ കാവലില്ലാതെ, അവന്റെ സഹായമില്ലാതെ ഒരനക്കം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പടച്ചോൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വമ്പിച്ച പ്രളയങ്ങളിലൂടെ നമ്മൾ പഠിച്ചതാണത്. കൊറോണയിലൂടെയും നിപ്പ വൈറസിലൂടെയും നമ്മൾ പഠിച്ചതാണത്. കണ്ണുകൾക്ക് കാണാൻ പോലും പറ്റാത്ത, എവിടെയാണ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു വൈറസിനെ ഭയന്നാണ് നമ്മൾ മാസ്ക് ധരിച്ചതും അകലം പാലിച്ചതും ഓരോ പ്രദേശത്ത് തൊടുമ്പോഴും ആ യാത്രകൾ ചെയ്യുമ്പോഴും അതിന്റേതായ സൂക്ഷ്മതയിൽ നമ്മൾ മുന്നോട്ട് പോയതും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസിനെ പേടിക്കാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണമായി ഇട്ടു തന്നെങ്കിൽ ആ റബ്ബിന്റെ ഖുദ്റത്താണ്. ഈ പ്രപഞ്ചത്തിന്റെ സകല നിയന്ത്രണവും ഏറ്റെടുത്ത് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ആകാശത്തിന്റെ, ഭൂമിയുടെ, സൂര്യന്റെ, ചന്ദ്രന്റെ, നക്ഷത്രങ്ങളുടെ, ഈ നക്ഷത്ര വ്യൂഹങ്ങളാകുന്ന ഗാലക്സികളുടെ എല്ലാ നിയന്ത്രണവും കൈകാര്യം ഉടമപ്പെടുത്തിയ പടച്ച റബ്ബിന്റെ ആ ഒരു ഖുവ്വത്തും അവന്റെ ഒരു ഖുദ്റത്തുമാണ് ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളോട് വിളിച്ചോതുന്നത് എന്നതറിയുമ്പോൾ ആ അള്ളാഹുവിലേക്ക് വിനയപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞാൻ വലിയവനാണ് എന്ന തോന്നലിൽ നിന്ന് അല്ല, എന്നെ സൃഷ്ടിച്ച പടച്ച റബ്ബാണ്, അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവനായവനെന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഖാറൂനിന് എന്ത് സംഭവിച്ചു, ഫിർഔനിന് എന്ത് സംഭവിച്ചു, അതേ പതനം നമുക്കും സംഭവിക്കും. അല്ലെ, രാജ്യം ഭരിച്ച ഭരണാധികാരി ഞാൻ പടച്ചവനാണെന്ന് പറയുകയും ഈ നദി എന്റെ കൺട്രോളിലാണ് ഒഴുകുന്നത് എന്നും പറഞ്ഞപ്പോൾ അധികാരത്തിൽ നിന്ന് പടച്ച റബ്ബ് ഫിർഔനിനെ പടിയിറക്കിയെന്ന് മാത്രമല്ല, എന്റെ കൺട്രോളിൽ ഒഴുകുന്ന നദിയാണിതെന്ന് പറഞ്ഞ ആ നദിയിൽ തന്നെ അവനെ മുക്കിക്കൊല്ലാൻ മാത്രം അള്ളാഹു കരുത്തുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിച്ച് അവനെ ആരാധിച്ച് അവന് വഴിപ്പെട്ട് നിനക്ക് ദുനിയാവിൽ ഹലാലാക്കിയത് ആസ്വദിച്ച് നീ ജീവിക്കണമെന്ന് ഖാറൂനിനോട് മൂസാ നബി പറഞ്ഞപ്പോൾ ഇതെല്ലാം എന്റെ സൗകര്യം, എന്റെ കഴിവ്, എന്റെ യോഗ്യത കൊണ്ട് ഞാൻ നേടിയെടുത്തതാണെന്ന് പറഞ്ഞവനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ പടച്ച റബ്ബിന് മെഷീനറി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, സന്നാഹങ്ങൾ ഇറക്കേണ്ടി വന്നിട്ടില്ല, വലിയ മിസൈലുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളുടെ പ്രയോഗം നടത്തേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. അള്ളാഹു വല്ലതും നടപ്പിലാക്കണമെങ്കിൽ രണ്ടക്ഷരങ്ങൾക്കിടയിൽ അത് സംഭവിക്കും. കുൻ ഫയകൂൻ എന്നാണ്. കാഫിനും നൂനിനും ഇടക്ക് പടച്ച റബ്ബിന് സംഭവിപ്പിക്കാനുള്ളതെല്ലാം സംഭവിപ്പിക്കാൻ മാത്രം അതീവ കരുത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ തിരിച്ചറിഞ്ഞ് വിനീതന്മാരാകാനാണ് ഈ പ്രപഞ്ചം നമ്മളോട്, ഈ അന്തരീക്ഷം നമ്മളോട്, ജീവിതത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങൾ നമ്മളോട് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ അൽ-കഹ്ഫിൽ ഒരു തോട്ടക്കാരന്റെ കഥയുണ്ട്, രണ്ട് തോട്ടക്കാരുടെ കഥയുണ്ട്. ഒരാൾ പടച്ച റബ്ബിന് കീഴ്തുങ്ങിയ നന്ദിയുള്ള ദാസനാണ്, മറ്റൊരുത്തനാകട്ടെ അഹങ്കാരിയാണ്. അവർ പരസ്പരം സംസാരിക്കവേ അവൻ പറഞ്ഞു, അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ, നിന്നേക്കാൾ സമ്പത്തുള്ളവനാണ് ഞാൻ, നിന്നേക്കാൾ ഫാൻ ബേസ് ഉള്ള സെറ്റപ്പ് ഉള്ള ടീമുള്ളവനാണ് ഞാൻ എന്ന് പറഞ്ഞ അവൻ എന്തു പറ്റി? അവനെ ഇയാൾ ഉപദേശിച്ചു, നീ അഹങ്കരിക്കരുതെന്ന് പറഞ്ഞു. ഫലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ, നിന്റെ തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നീ പറയേണ്ടത് അല്ലാഹുവിന്റെ ഖുദ്റത്താണ്, അല്ലാഹുവിന്റെ കഴിവ് കൊണ്ടാണ്, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ടാണ് ഇതെനിക്ക് ലഭിച്ചത് എന്ന് പറയേണ്ടവനാണ് നീ. പക്ഷെ നീ എന്താണ് പറയുന്നത്?
ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ അവസാനിപ്പിച്ച് വീണ്ടും പുനർജനിപ്പിക്കുമെന്ന ആ യാഥാർത്ഥ്യത്തെ നീ വിസ്മരിക്കുകയാണ്. ഇനി അതിനെ നീ നിഷേധിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുകയില്ലെന്ന് നീ പറയുന്നതോടൊപ്പം അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇതിനേക്കാൾ വലിയ തോട്ടം എനിക്ക് ലഭിക്കുമെന്ന അഹങ്കാരത്തിന്റെ പെരുമ നടിച്ച ആ വ്യക്തിയുടെ തോട്ടത്തെ പടച്ച റബ്ബ് നശിപ്പിച്ച കഥ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിനയാന്വിതന്മാരാകേണ്ടത്, പടപ്പുകളുടെ മുന്നിൽ വിനയം കാണിക്കണം എന്നത് ഇസ്ലാമിന്റെ ഒരു സൽസ്വഭാവമാണ്. എന്നാൽ ആ വിനയത്തിന്റെ തുടക്കം നമ്മളെ പടച്ച റബ്ബിന്റെ മുന്നിലായിരിക്കണം. അവരിലേക്ക് വിനയാന്വിതരാകാനാണ് ഇത്തരം അനുഭവങ്ങൾ പടച്ച റബ്ബ് നൽകുന്നത്. 1. 2, അന്തരീക്ഷത്തിൽ ചൂട് കനയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകേണ്ടത് നരകമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ കപടവിശ്വാസികളെ കുറിച്ച് പറയുന്നു. അതിശക്തമായ ചൂടുകാലത്ത്, ക്ഷാമമുള്ള കാലത്ത്, പട്ടിണിയുള്ള കാലത്ത് നടന്ന യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിന് വിശ്വാസികൾ തങ്ങളുടെ വീടുകളിലുള്ള മുഴുവൻ സമ്പത്തും പെറുക്കിയെടുത്ത് മദീന പള്ളിയിൽ കൂട്ടിയിട്ടപ്പോൾ കപടന്മാർ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുക്കരുതെന്നാണ്. യുദ്ധത്തിനവർ തയ്യാറായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ അണിനിരന്നപ്പോൾ കപടന്മാർ പറഞ്ഞത്, ലാ തൻഫിറൂ ഫിൽ ഹർരി, ഈ ചൂടത്ത് നിങ്ങൾ യുദ്ധത്തിന് പോകരുത് എന്നാണ്. അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാചകം ഖുർആനിൽ കാണാം, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ സമാധാനമായിട്ട് സന്തോഷം കണ്ടെത്തി അവിടെ ഇരുന്ന ആളുകളോട് പ്രവാചകരെ താങ്കൾ പറയുക, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറാ, അങ്ങകലെ കിടക്കുന്ന സൂര്യന്റെ ചൂട്, അതുണ്ടാക്കുന്ന ആ ഒരു പ്രയാസങ്ങൾ, അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് പറയുക പ്രവാചകരെ, നാറു ജഹന്നമ അശദ്ദു ഹറാ, നാളെ പാപികൾക്ക്, കുഫാറുകൾക്ക്, മുശ്രിക്കുകൾക്ക്, ബിദ്അത്ത് ചെയ്യുന്നവർക്ക്, അല്ലാഹുവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തി തന്റെ ഇച്ഛകൾക്കനുസരിച്ച് മുന്നോട്ട് പോയവർക്ക് കാത്തിരിക്കുന്നത് ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, അവരെ കാത്തിരിക്കുന്നത് നരകമാണ്. ആ നരകത്തിന്റെ ചൂട് ഈ സൂര്യന്റെ ചൂടിനേക്കാൾ കടുത്തതാണെന്ന് പ്രവാചകരെ താങ്കൾ പറയുക എന്നാണ്. നോക്കൂ, അല്ലാഹുവിന്റെ അടുക്കൽ നരകം വന്ന് പരാതിപ്പെടുന്നു. ഇസ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം അല്ലാഹുവിനോട് പരാതി പറയുന്നു. എന്താ പരാതി? യാ റബ്ബ് അഖല ബഅദി ബഅദാ, അല്ലാഹുവേ എന്റെ ഒരു ഭാഗം എന്നെ കരിച്ചുകൊണ്ടിരിക്കുന്നു പടച്ചോനെ, എന്റെ ഒരു ഭാഗം എന്നെ കരിച്ചുകൊണ്ടിരിക്കുന്നു പടച്ച റബ്ബേ. ഫഅദിന ലഹാ ബിനഫസൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ശ്വാസം വിടാനുള്ള പെർമിഷൻ കൊടുക്കും. നഫസും ഫിശ്ശതാഇ വനഫസും ഫിസ്സൈഫി, ഒന്ന് കനത്ത തണുപ്പുള്ള സമയത്താണ്, മറ്റൊന്ന് കനത്ത ചൂടുള്ള സമയത്താണ്. നരകം അതിന്റെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് ഭൂമിയിൽ നിങ്ങൾ കനത്ത ചൂട് അനുഭവിക്കുന്നത്. നരകം അതിന്റെ ഉള്ളിലേക്ക് വായു എടുക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, സ്വർഗം അങ്ങനെയല്ല. സ്വർഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അവിടെ അവർക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുകയില്ല. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ, പ്രയാസമുണ്ടാക്കുന്ന തണുപ്പോ പ്രയാസമുണ്ടാക്കുന്ന ചൂടോ അവിടെ ഇല്ല എന്നാണ്. അവർക്ക് സമാധാനമായി, സന്തോഷകരമായി, സുഖകരമായി തിന്നും കുടിച്ചും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാൻ ഒരു ഇടം അല്ലാഹു ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അതൊരു പ്രതീക്ഷ തന്നെയാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശരി, ഹൂറികൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞാലും ശരി, സ്വർഗത്തിന് വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നു എന്ന് കള്ളപ്രചാരണങ്ങൾ നടത്തുന്ന നിരീശ്വരവാദികൾ ഇവിടെ ഉണ്ട്. കമന്റ് ബോക്സുകളിൽ കയറി നിന്ന് വസ്തുനിഷ്ഠമായി, വിഷയാധിഷ്ഠിതമായി വിമർശിക്കാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് വായി തോന്നിയ തെറികൾ വിളിക്കുന്നവരോട് നമുക്ക് സഹതാപം മാത്രമാണ്. യഹ്ദീകുമുല്ലാഹ്, അല്ലാഹുവേ നീ അവർക്ക് ഹിദായത്ത് കൊടുക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ വിശ്വാസികളാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണെന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗമെന്ന് പറഞ്ഞാൽ സന്തുലിതമാണ്, സമാധാനകരമാണ്,
ആസ്വാദികരമാണ്, ആശ്വാസകരമാണ്. സ്വർഗവും നരകവും ഈ ചൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, പരലോകത്ത് കനത്ത ചൂടാണ്. എത്ര ചൂടാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ മൊത്തം തീയിന്റെ 69 ഇരട്ടി തീയാണ് നരകത്തിൽ. അത് പോസിബിൾ ആണോ? ഈ ഭൂമിയിൽ ഇങ്ങനെ തീയും അതുപോലെ തന്നെ ഈ ചൂടും സംവിധാനിച്ചത് നമ്മുടെ സ്കില്ലല്ലെങ്കിൽ, നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ, ഈ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ സംവിധാനിച്ചതാണെങ്കിൽ ആ പടച്ച റബ്ബിന് പോസിബിൾ അല്ലാത്ത ഒന്നുമില്ല. അള്ളാന്റെ മുമ്പിൽ പോസിബിലിറ്റി എന്നത് ചർച്ചയല്ല. സാധ്യമാണോ സാധ്യമല്ലേ എന്നത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല, അത് ചർച്ചയല്ല. അത് മനുഷ്യർക്ക് മാത്രമാണ് ഇത് സാധിക്കുമോ സാധിക്കില്ലേ എന്ന ചർച്ച. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംവിധാനിച്ചത് കനത്ത ചൂടുകൊണ്ടാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. നിന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? ഇവിടെ വീടുണ്ടാക്കലല്ല, കാർ വാങ്ങലല്ല, വലിയ ധനാഢ്യനാവലല്ല. മറ്റുള്ളവരെ കാണുമ്പോൾ, അവരുടെ സൗകര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ തോന്നും, നമ്മുടെ വീട് ചെറുതാണ്, നമ്മുടെ സിറ്റ് ഔട്ട് വലിപ്പം വലുതാകണമായിരുന്നു, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ആംബിയൻസ് വേണമായിരുന്നു എന്നൊക്കെ തോന്നാം. പക്ഷെ അൽഹംദുലില്ലാഹ്, താമസിക്കാൻ ഒരു വീടുണ്ടെങ്കിൽ സേ അൽഹംദുലില്ലാഹ്. നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. ഖൂ അൻഫുസകും, നീ നിന്നെ രക്ഷപ്പെടുത്തണം. വ അഹ്ലീകും നാറാ, നിന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. എവിടുന്ന്? നരകത്തിൽ നിന്ന്. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലുകളുമാണ് കത്തിക്കപ്പെടുന്നത്. ഈ ചൂടിനെ കുറിച്ച് പരാതിപ്പെടുന്നവർ, ഈ ചൂടിൽ വിയർത്തൊഴുകുന്നവർ, ഈ ചൂടിൽ തന്റെ തുണിത്തലപ്പ് കൊണ്ട് മിന്നിയിരിക്കുന്ന ആളുകൾ, അവർ നരകത്തെ എത്രത്തോളം ഓർക്കുന്നുണ്ട്. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. വിശുദ്ധ ഖുർആൻ പറയാണ്, നരകത്തിൽ അവർക്ക് ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, തീയിന്റെ വസ്ത്രമായിരിക്കും, ടാറിന്റെ വസ്ത്രമായിരിക്കും, കരിമ്പുകയായിരിക്കും, കനത്ത ചൂടുള്ള വെള്ളമായിരിക്കും. അവരുടെ തലയിലൂടെ കനത്ത തിളച്ച വെള്ളം ഹമീം ഒഴിക്കുമ്പോൾ അവരുടെ ആന്തരാവയവങ്ങൾ പോലും കരിഞ്ഞു പോകും. ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശവ തദ്ഉ മൻ അദ്ബറ വതവല്ല. അത് ആളിക്കത്തുന്ന നരകമാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു മൈക്രോ പോയിന്റ് പോലും ആ തീയെത്താത്ത ഇടമുണ്ടാവുകയില്ലെന്ന് ഖുർആൻ പറയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ജംറതാനി മിന്നാർ, ചെറിയ 2 കല്ലുകളാണ്. അത് കാലിന്റെ അടിയിൽ വെച്ചാൽ അവന്റെ തലച്ചോറ് തിളച്ചുമറിയുമെന്നാണ്. ആ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവൻ ഞാനായിരിക്കുമെന്നാണ്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവന്റെ ഫീലെങ്കിൽ ആ നരകത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നരകത്തെ ഓർക്കാൻ, സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കാൻ ഈ കാലാവസ്ഥ നമ്മളോട് വിളിച്ചോതുന്നുണ്ട് സഹോദരന്മാരെ. അതുപോലെ തന്നെ ചൂടുകാലം ആണെന്ന് കരുതിയിട്ട് നമുക്ക് ആരാധനയിൽ ഇളവില്ല. ജുമഅക്കും ജമാഅത്തിനുമൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുകാലമാണെന്ന് കരുതി ഹറാമുകൾ അനുവദിക്കപ്പെടുന്നതല്ല. ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ഒഴിവാക്കി പാതി വസ്ത്രങ്ങൾ ധരിച്ച് ചൂടാണെന്നും പറഞ്ഞ് മുഖമക്കനെ അഴിച്ച് അത് ഷോളാക്കി തോളിലിട്ട് പിന്നീട് അതിന്റെ തലപ്പ് കൊണ്ട് മിന്നി നടക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, അങ്ങനെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ, അവൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, അവൾ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കുകയില്ല. ആരാണത്? നിസാഉൻ കാസിയാതുൻ മായിലാതുൻ മുമീലാതുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. വസ്ത്രം ധരിച്ച നഗ്നകളാണവർ. അവരുടെ ഔറത്ത് വെളിവാകുന്നുണ്ട്. അവരുടെ വസ്ത്രം ടൈറ്റാണ്, അവരുടെ വസ്ത്രം ഇറക്കം കുറവാണ്, അവരുടെ വസ്ത്രം തെളിഞ്ഞു കാണുന്നതാണ്. ഈ 3 സംഗതികൾ സംഭവിക്കാൻ പാടില്ല. വസ്ത്രം ടൈറ്റായി കൂടാ, തെളിഞ്ഞു കണ്ടുകൂടാ, വലിപ്പക്കുറവ് കൊണ്ട് ശരീരാവയവങ്ങൾ കാണാൻ പാടില്ല. ആ 3 സംഗതി ഉണ്ടെങ്കിൽ അവൾ ധരിച്ച നഗ്നയാണ്. അതുകൊണ്ട് ചൂടിന്റെ പേരും പറഞ്ഞ് വസ്ത്രമയിക്കാൻ പാടില്ല. നമ്മുടെ വീടാണ്, നമ്മുടെ റൂമാണ് എന്ന് കരുതിയിട്ട് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ചൂടുകാലത്ത് അഴിച്ചിട്ട് മക്കളുടെ മുന്നിൽ അഴിച്ചിട്ട് കിടക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. കാരണം ഔറത്ത് പരിപാലിക്കപ്പെടേണ്ടതാണെന്നും അത് മറക്കപ്പെടേണ്ടതാണെന്നുമുള്ളത് കൊച്ചുനാൾ മുതൽക്കേ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട ആളുകൾ നമ്മളാണ്. നമ്മുടെ വാക്കുകളെക്കാളും നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ മക്കൾ ഒപ്പിയെടുക്കുന്നുണ്ട്. സോ നമ്മൾ എങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നു, നമ്മളെങ്ങനെ സംസാരിക്കുന്നു, നമ്മളെങ്ങനെ വസ്ത്രമെടുക്കുന്നു, നമ്മളെങ്ങനെ വസ്ത്രം മാറ്റുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ വിളിച്ചു ചോദിക്കുന്നു, ഇതെല്ലാം മക്കൾ ഒപ്പിയെടുക്കും.
മുൻകൈയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തനിച്ചായിരിക്കുമ്പോൾ പോലും അള്ളാഹിനെ ഓർത്ത് ലജ്ജിക്കണമെന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികളായ നമ്മൾ ഈ ചൂടുകാലമാണെന്ന് കരുതി അഴിച്ചിട്ട് കിടക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. എന്നാൽ നമുക്ക് പ്രൈവസി ഉറപ്പുള്ള ഇടങ്ങളിൽ നമുക്ക് കാറ്റുകൊള്ളാനും ഒക്കെ ഇണകളോടൊപ്പം കഴിച്ചുകൂട്ടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും വീടുകളിൽ ഒരു റൂമിലായിരിക്കും AC സംവിധാനിച്ചിരിക്കുക. എല്ലാവരും കൂടെ അവിടെ കുത്തിക്കേറുന്ന സ്വഭാവമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളുടെ റൂമിലേക്ക് കുട്ടികൾ കയറി ചെല്ലാൻ പെർമിഷൻ ആവശ്യമാണ്. രാത്രിയിൽ പെർമിഷൻ ആവശ്യമാണ്. സുബ്ഹ് കഴിഞ്ഞ സമയത്ത് പെർമിഷൻ ആവശ്യമാണ്. ളുഹർ കഴിഞ്ഞ സമയത്ത് പെർമിഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും റൂമുകളെ, നമ്മുടെ വിവാഹിതരായിട്ടുള്ള ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന്റെ റൂമുകളെ നമ്മൾ തണുപ്പ് കൊള്ളാൻ എന്ന പേരിൽ അവിടെ വലിഞ്ഞു കയറിക്കൂടാ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, കാലാവസ്ഥ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അള്ളാഹു ഈ ചൂടിനെ ശമിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ മഴ ചോദിക്കണം. അള്ളാഹു ഞങ്ങൾക്ക് നീ മഴ തരണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആശ്വാസം ചോദിക്കണം. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നല്ലാതെ ഒരിക്കലും നമ്മൾ അന്തരീക്ഷത്തെ പഴിക്കരുത്. നശിച്ച ചൂട് എന്നൊന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞുകൂടാ. കാരണം ലാ തസബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്, കാലം ഞാനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നാം തിരിച്ചറിയേണ്ട സമയത്താണ് നമ്മളുള്ളത്. ഒരു വീടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വസ്ത്രമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് തണുപ്പിച്ചും അല്ലാതെയും കുടിക്കാനുള്ള സംവിധാനമുണ്ട് അല്ലെ? നമ്മളെ തണുപ്പിക്കാൻ AC സൗകര്യങ്ങളുണ്ട്. അതില്ലാത്തവർക്ക് ഫാനെങ്കിലുമുണ്ട്. ഇതില്ലാത്ത ആളുകളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നിഅമത്ത് ബോധ്യപ്പെട്ട് ശുക്ർ കാണിക്കേണ്ട സമയമാണ് ഈ ചൂടുകാലം എന്ന് പറയുന്നത്. അതല്ലാതെ വായിൽ തോന്നുന്നതെല്ലാം പറയാനുള്ളതല്ലെന്ന് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അവരെ സഹായിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഖുത്ബയിൽ പറഞ്ഞപ്പോൾ ഈ മഹല്ലിലെ ഒരു സഹോദരൻ ഒരുപാട് ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുത്ത സന്തോഷം പങ്കുവെക്കുകയുണ്ടായി. അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ, നമ്മുടെ കിണറുകളിൽ അവർക്ക് മോട്ടോർ സംവിധാനിക്കാനും, എന്തും നമ്മൾ അടിച്ചാൽ വറ്റാത്ത കിണർ അയൽവാസി അടിച്ചാൽ വറ്റില്ലെന്ന ബോധം നമുക്കുണ്ടാകണം. ഇനി വറ്റിയാൽ തന്നെ ഉള്ള വെള്ളം രണ്ടു കൂട്ടർക്കും പാതി പാതി എടുക്കാമെന്ന ഒരു ധാരണയിലേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാന്റെ റഹ്മത്തും കാരുണ്യവും നമ്മൾ വർഷിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ വെള്ളം, ജന്തുക്കൾക്കൊക്കെ വെള്ളമില്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകും. പച്ചക്കരളുള്ള എന്തിനോടും കരുണ കാണിക്കുക എന്നുള്ളത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ജന്തുക്കൾക്കൊക്കെ വെള്ളം സംവിധാനിച്ചു വെക്കുക എന്നുള്ള, നായക്ക് വെള്ളം കൊടുത്ത ആൾക്ക് വരെ സ്വർഗം കിട്ടിയ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ തണൽ വൃക്ഷങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നമ്മൾ നട്ടുപിടിപ്പിച്ച ഒരു വൃക്ഷത്തിന്റെ തണൽ കൊണ്ടാൽ നമുക്ക് സ്വതക്കയുടെ കൂലി, അതിലെ പഴം തിന്നാൽ നമുക്ക് സ്വതക്കയുടെ കൂലി. അതൊരു പുണ്യമുള്ള കാര്യമാണെന്ന് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ജലസംഭരണികളെ സംരക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മലീമസമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകമായി സൂക്ഷിക്കേണ്ട കാര്യം, ചൂടുകാലത്ത് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ ഇൻവെർട്ടറോ ACയോ ഈവൻ ഒരു ഫാനോ ഇല്ലാതെ മിന്നിയിരിക്കുന്ന ആളുകൾ, രോഗികൾ, വയസ്സായ ആളുകൾ, വിധവകൾ, യതീമുകളൊക്കെ ഉണ്ട്. അവരെ നമ്മൾ ഓരോരുത്തരും തേടിപ്പിടിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചിന്തകളും ചില ആശയങ്ങളും മാത്രമാണ് കൈമാറിയത്. കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാം എന്നും വളരെ നിത്യപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും തെറിവിളികളുമൊക്കെ നമുക്ക് അനുദിനം കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അതൊന്നും വസ്തുതയല്ല എന്ന തികഞ്ഞ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമിനെ ഇങ്ങനെ ആളുകൾ വിമർശിക്കാനും താറടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇസ്ലാമല്ലാത്ത എത്ര മതങ്ങളുണ്ട്, എത്ര ആശയങ്ങളുണ്ട്, എത്ര കാഴ്ചപ്പാടുകളുണ്ട്. ഇനി സ്വതന്ത്ര ചിന്താഗതിക്കാർ എന്ന് പറയുന്നവർക്കിടയിൽ തന്നെ വിഭിന്നമായ ആശയക്കാരുണ്ട്. എന്തേ അവരെയൊന്നും ആരും വിമർശിക്കാൻ പോകാതെ ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ ആളുകൾ ഇറങ്ങിപ്പുറപ്പെടുന്നു? അതിന്റെ കാരണം, ഈ പറയുന്ന മീഡിയകൾക്കും സിനിമകൾക്കും സീരിയലുകൾക്കും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സാമ്പത്തിക സ്വരൂപണത്തിന് കണ്ടെത്തിയ ലഹരിയാകുന്ന മാർഗങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത ആശ്വാസം, സമാധാനം, അത് ഇസ്ലാം ലോകത്തിന് സമ്മാനിക്കുന്നത് കൊണ്ട് ലോകം ആശ്വാസം കണ്ടെത്തിയിട്ട് തെരഞ്ഞിട്ട് അവസാനം എത്തുന്നത് ഇസ്ലാമിലാണ്.
അതിന്റെ കാരണം ഇസ്ലാം പടച്ചോന്റേതാണ് എന്നുള്ളതുകൊണ്ടാണ്. നമുക്കെന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കുക എന്നല്ലാണ്ട് ഇസ്ലാമിന് അങ്ങനെ ഒരു കുറവുണ്ട് ഇങ്ങനൊരു കുറവുണ്ട് ഒരിക്കലും നമ്മൾ ആരും വിചാരിക്കണ്ട. മനസ്സിലായില്ലേ? യുരീദുന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി. ഇത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. ആരൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അല്ലാഹുവിന്റെ പ്രകാശം അല്ല പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും വാറോലകളെയല്ല, ഏതെങ്കിലും മനുഷ്യന്റെ തലച്ചോറിൽ ഉദിച്ച ചിന്താഗതികളെയല്ല, ആരെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച് ചവച്ച് തുപ്പിയ മാലിന്യങ്ങൾ വാരിയെടുത്ത് പുരോഗമനമായി ചിത്രീകരിക്കുന്ന പുതിയ പുതിയ ഇക്വേഷൻസിനെയും ആശയങ്ങളെയും തിയറികളെയുമല്ല, മറിച്ച് ഈ വിശുദ്ധ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയുമാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് അഭിമാനമുണ്ടാകണം. ഇപ്പൊ വേനൽ ചൂട് വർദ്ധിച്ചപ്പോ പാമ്പ് കടിയും മറ്റൊക്കെ കൂടിയിട്ടുണ്ട്. അതിന്റെ പ്രിക്വേഷൻസ്, അതുമായി ബന്ധപ്പെട്ട അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം എത്ര മനോഹരമാണ് എന്ന് വീണ്ടും പറയാണ്, അല്ലെ? കാരണം കിടപ്പറയിലെ ആദാബുൻ നൗമ്, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാൻ പറഞ്ഞു. കയ്യിലും അവിടെ ഇവിടെ എണ്ണയും മധുരവും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് തേടിയിട്ട് വരുന്ന ജന്തുക്കളുണ്ടാവും. അവരുടെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് വായ വൃത്തിയാക്കി കൈ കഴുകിയിട്ട് വുളു എടുത്തിട്ട് അല്ലെ പിന്നെ കിടപ്പറയിൽ വന്നിട്ട് ആ വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കുടയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓർമ്മപ്പെടുത്തി. വൃത്തി കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞു, അല്ലെ? വീട് അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി ഉറപ്പിക്കാൻ, തീയൊന്നും പിടിക്കാതിരിക്കാൻ, തീയൊന്നും കത്തിച്ചു വെച്ച് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. തീയൊക്കെ അണച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഓരോ ആദാബുകളും, അല്ലെ? മേൽക്കൂരയിൽ കിടന്നുറങ്ങരുത്, ഉറക്കത്തിലടിയിട്ട് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അവൻ അള്ളാനെ പഴിച്ചിട്ട് കാര്യമില്ല എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ഉറക്കത്തിലെ ഓരോ മര്യാദകളും, ഇനി ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങൾ വെള്ളത്തിലേക്ക് കൈയിടും മുമ്പ് നിങ്ങളുടെ കൈ വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. അദ്കാറുകൾ നമുക്ക് ആത്മീയമായി സെക്യൂരിറ്റി ഉറപ്പിക്കാൻ വേണ്ടി ആ അദ്കാറുകൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ആയത്തുൽ കുർസി, അവസാനത്തെ 3 സൂറത്തുകൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ആമനർ റസൂലു, അല്ലെ? അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ഓതിയിട്ട് കിടന്നാൽ കഫതാഹു. എന്താ കഫതാഹു പറഞ്ഞ? ഓനത് മദീന, ദുനിയവിയായിട്ട് മുഖറവിയായിട്ട് അത് മതി. മനുഷ്യന്റെ ഉപദ്രവം, ജിന്നുകളുടെ ഉപദ്രവം, എന്തെല്ലാം ഉപദ്രവനെ ബാധിക്കാണ്ടോ അതിൽ നിന്നൊക്കെ അവന് പ്രൊട്ടക്ഷനായി ഈ 2 ആയത്തുകൾ മതി. ആമനർ റസൂൽ എന്ന 2 ആയത്തുകൾ കഫതാഹു. വൈകുന്നേരം അദ്കാറുൽ മസാഇൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. 3 വട്ടം ചൊല്ലിയാൽ അവർക്ക് വിഷം തീണ്ടുകയില്ല. അല്ലാഹു വച്ച സംഭവമാണ്. പാമ്പിനെ സൃഷ്ടിച്ചതും അവയ്ക്ക് വിഷം സംവിധാനിച്ചൊക്കെ പടച്ചോൻ, നമ്മളെ പടച്ച പടച്ചോൻ നമുക്ക് അറിയാത്ത വിധത്തിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ളവനാണ്. ഡോക്ടറുടെ നിർദ്ദേശത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പല സംഗതികളെയും നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു. ഈ ചൂടുകാലത്ത് ചൂട് ശമിപ്പിക്കാൻ 2 ചിരട്ടുണ്ടായാൽ മതി എന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ ചിരട്ടിയും കൊണ്ടുപോകുന്നു. അതുവരെ പ്രാക്ടിക്കലാക്കി നോക്കിയ ആൾക്കാർക്ക് അള്ള പറഞ്ഞാല് ഒരു ഗൗരവമില്ലാത്ത അവസ്ഥ. എന്നാപ്പോ എങ്ങനെയാപ്പോ അങ്ങനെ ഉണ്ടാണ്, എന്നാപ്പോ കുറച്ച് വിഷം തന്നോക്കാം, തിന്നോക്ക് എന്നൊക്കെ പറയുന്ന പരിഹാസ്യം പാടില്ല. അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്ദിഊൻ. അല്ലാഹുവിന്റെ ആയത്തുകളെയും റസൂലിന്റെ വാക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെയും നിങ്ങൾ പരിഹസിക്കുകയാണോ? അങ്ങനെ പരിഹസിക്കാൻ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷനാണുള്ളത്, എന്ത് ക്വാളിറ്റിയാണുള്ളത്? അള്ളാനെ ചോദ്യം ചെയ്യാൻ, അള്ളാഹ്ക്ക് ലോജിക്ക് പഠിപ്പിക്കാൻ, അള്ളാനെ തെറ്റ് തിരുത്താൻ, അള്ളാഹ്ക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ നമുക്കെന്ത് യോഗ്യതയുള്ളത്? അള്ള തന്ന തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിട്ടല്ലേ നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലെ? ആ തലച്ചോറിൽ ഒരു ചെറിയ ക്ലോട്ട്, അല്ലെ, ബ്ലഡ് ചെറുങ്ങനൊന്ന് ക്ലോട്ടായ നമ്മളെ അവസ്ഥ എന്താ? ഒന്ന് ബ്ലീഡിങ് സംഭവിച്ച നമ്മളെ അവസ്ഥ എന്താ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചു പോവുക. പിന്നെ ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ചൂട് കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുപോലത്തെ വിഷജന്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡോക്ടേഴ്സ് നമുക്ക് തന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ച് പരമാവധി സൂക്ഷിച്ചു പോവുക. ഇപ്പൊ പെണ്ണുങ്ങൾക്കുള്ളൊരു സംഭവം എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പോവുക. ഇനിവേ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവാതിരിക്കുക.
പാമ്പ് കടിച്ചാൽ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നിർദ്ദേശം തരുന്നത്. നമ്മൾ ബേജാറാകാതിരിക്കാൻ, ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ പഠിച്ചോനെ എനിക്ക് അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചോ, അങ്ങനൊന്നും ബേജാറാവേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്, എല്ലാറ്റിനും നമുക്ക് സംരക്ഷകനായി അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാഹ്, ഹസ്ബി അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആൾക്കാർക്ക് ധൈര്യത്തോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സുഹൃത്തുക്കളെ. അള്ളാഹു നമുക്കൊക്കെയും ആ ദീനിനെ പാലിച്ചു മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷ പ്രകടനത്തിന് വേണ്ടി, പരസ്പര സ്നേഹത്തിന് വേണ്ടി പുറപ്പെട്ട ഒരു സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ മറ്റു ജീവനക്കാരുമാണ് കഴിഞ്ഞ ദിവസം ചുരത്തിൽ നിന്ന് കൊക്കയിലേക്ക് വീണ് വളരെ നമ്മുടെയൊക്കെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന കോലത്തിൽ വലിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിച്ചത്. അതിന് പുറമെയാണ് നമ്മുടെ ഇവിടെ വന്നിരുന്ന ശ്രോതാക്കളുടെ മരണവാർത്ത നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളായി ഇവിടെ വന്നിരുന്ന ആ ഉമ്മയ്ക്കും ആ 2 മക്കൾക്കും അവരുടെ സഹോദരനും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിച്ചിരിക്കുന്ന ഭർത്താവും ഒരു കുട്ടിയും ബാക്കിയുണ്ട്. അല്ലാഹു അവർക്ക് ആശ്വാസവും സമാധാനവും കൂടുതൽ സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിൽ അല്ലാഹു അവരുടെ കൂടെ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഉള്ള കാലം പടച്ചറബിന് വഴിപ്പെട്ട് ജീവിക്കാൻ, നന്മകൾ പെരുപ്പിച്ച് ജീവിക്കാൻ, ചെന്നെത്തിയിട്ടുള്ള ഹറാമായ വഴികളിൽ നിന്ന് യാതൊരു മടിയുമില്ലാതെ അതിവേഗത്തിൽ പിന്നോട്ട് തിരിച്ചു പോരാൻ അല്ലാഹു നമുക്കൊക്കെയും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അല്ലാഹു വിനയമുള്ള ദാസന്മാരാക്കി നമ്മെ മാറ്റട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ആധികളും ആശങ്കകളും അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അല്ലാഹു അത് നിലനിർത്തുമാറാവട്ടെ. ഇതിന്റെ ഭരണഘടനയും ഇതിന്റെ ജനാധിപത്യവും സംരക്ഷിക്കാൻ പറ്റിയ ഒരു ഭരണകൂടത്തെ ഈ രാജ്യത്തിന് പടച്ചറബ് തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കി അതിലൂടെ തങ്ങളുടെ കച്ചവട താൽപര്യം നേടിയെടുക്കാൻ മുന്നോട്ടു പോകുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ പടച്ചറബ് കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു എല്ലാറ്റിലും ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഉള്ള ജീവിതം ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങളോടുകൂടെ സ്വർഗ്ഗക്കാരനായി ജീവിച്ച് സ്വർഗ്ഗക്കാരനായി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. അടുത്ത കാലത്ത് നമ്മെ വിട്ടുപോയ ഒരുപാട് സഹോദരങ്ങൾ ഈ മഹല്ലിലുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.